ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4E ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ നമുക്ക് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണെന്ന് പരിചയപ്പെടാം. സോ ഒന്നാമത്തെ ചാപ്റ്റർ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് ആണ്. എന്താണ് മെഷർമെൻറ്റ്? മെഷർമെൻറ്റ് എന്നാൽ അളവാണ്, യൂണിറ്റ്സ് എന്നാൽ തോതുകളാണ്. സോ എന്താണ് അളവ്, എന്താണ് തോതുകൾ എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മെക്കാനിക്ക് പറയുകയാണ്, ദ എൻജിൻ ഓഫ് ദിസ് കാർ ഇസ് മാനുഫാക്ചേർഡ് ഇൻ ജപ്പാൻ ആൻഡ് അതർ പാർട്സ് ഇൻ ഇന്ത്യ. ഈ കാറിൻ്റെ എൻജിൻ നിർമ്മിച്ചിരിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്താണ്, എന്നാൽ മറ്റു ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ കാർ വാങ്ങിക്കാൻ വന്ന ഒരു കുട്ടിയുടെ സംശയമാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്? വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഈ കാറിൻ്റെ രൂപത്തിലാക്കാനായിട്ട് സാധിക്കും? ഇതാണ് ആ കുട്ടിയുടെ ഡൗട്ട്. ശരിയല്ലേ? നമുക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. കാരണം ഓരോ രാജ്യത്തും ഓരോ ഭാഗങ്ങൾ നിർമ്മിക്കുമ്പോൾ അവർ വ്യത്യസ്ത അളവിലായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാകുന്നത്. എങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക? സോ ഈ കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. സോ ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ ഈ വ്യക്തി ഒരു കുഴിയുടെ ആഴം അളന്ന് നോക്കുകയാണ്. രണ്ടാമത്തേതിൽ കുറച്ച് തക്കാളിയുടെ ഭാരം എത്രയാണെന്ന് നോക്കുകയാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ടൈലർ ഷർട്ടിൻ്റെ അളവെടുക്കുകയാണ് അല്ലേ. സോ ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ലെങ്ത്ത്, അതേപോലെ ഭാരം, പിന്നെ എന്താണ് സമയം, ഇതെല്ലാം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു കുട്ടി ഓടുന്നത് കാണാം. സോ ആ കുട്ടി ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഒരാൾ നോക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ബോഡി പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ഈ കേസിലാണെങ്കിലോ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് നോക്കുന്നത്. സോ ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സമയമാണെങ്കിലും ബ്ലഡ് പ്രഷർ ആണെങ്കിലും അതേപോലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ്, ഇതെല്ലാം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. ഇവയെല്ലാം തന്നെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ നമ്മളിപ്പോൾ ചിത്രങ്ങളിൽ കണ്ട 6 സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷറബിൾ ക്വാണ്ടിറ്റി എന്താണെന്നാണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. ആദ്യത്തെ കേസ് എന്തായിരുന്നു? മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. ഒരു കുഴിയുടെ ആഴമാണ് മെഷർ ചെയ്തത് അല്ലേ. സോ അവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷറബിൾ ക്വാണ്ടിറ്റി എന്തായിരുന്നു? ലെങ്ത് അല്ലെങ്കിൽ നീളമാണ്. രണ്ടാമത്തെ കേസ് എന്താണ്? മെഷറിംഗ് ദ വെയ്റ്റ് ഓഫ് വെജിറ്റബിൾസ്. തക്കാളിയുടെ ഭാരം നോക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. സോ അവിടെ എന്താണ് മെഷറബിൾ ക്വാണ്ടിറ്റി? മാസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ബൈ എ ടൈലർ. ഒരു തയ്യക്കാരൻ ഷർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കണ്ടു. സോ ഇവിടെ എന്ത് തന്നെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ലെങ്ത് ആണ് ഇവിടെ അളന്ന് നോക്കുന്നത് അല്ലേ. സോ അളന്നെടുക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ കേസിൽ അത് ലെങ്ത് ആണ്. നാലാമത്തെ കേസ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. ഒരു ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നു. എന്തിനായിരിക്കും സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത്? സമയം അളക്കാനാണ് അല്ലേ. സോ ഇവിടുത്തെ മെഷറബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈമാണ്. അഞ്ചാമത്തെ കേസിൽ ഡോക്ടർ രോഗിയുടെ ബ്ലഡ് പ്രഷർ ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? പ്രഷർ അല്ലെങ്കിൽ മർദ്ദമാണ്. ഇനി ആറാമത്തെ കേസിൽ ബോഡി ഹീറ്റ് ആണ് മെഷർ ചെയ്തത്. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവാണ്. സോ ഇവിടെ നമ്മൾ 5 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? ലെങ്ത്ത്, മാസ്, ടൈം, പ്രഷർ, അതേപോലെ ടെമ്പറേച്ചർ. ഇതെല്ലാം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? സ്വതന്ത്രമായി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു വസ്തുവിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ നീളം അളക്കണം. നമ്മൾ എന്താ ചെയ്യുക? നേരെ സ്കെയിൽ എടുക്കുന്നു, അതിൻ്റെ ലെങ്ത്ത് അളന്നെടുക്കുന്നു, ശരിയല്ലേ? അതേപോലെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാസ് അല്ലെങ്കിൽ ഭാരം നമുക്കറിയണം. എന്ത് ചെയ്യും? ഭാരം നോക്കുന്ന മെഷീനിലേക്ക് ആ വസ്തു എടുത്ത് വെക്കുക, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ മാസ് അളക്കാനായിട്ട് സാധിക്കും. അതേപോലെ ടൈം മനസ്സിലാക്കണമെങ്കിൽ സ്റ്റോപ്പ് വാച്ചോ അല്ലെങ്കിൽ ക്ലോക്കോ നമുക്ക് യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ അറിയണമെങ്കിൽ നമുക്ക് തെർമോമീറ്റർ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ആകെ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, ഇലക്ട്രിസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇതിൽ ആദ്യത്തെ 4 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്: മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ. പ്രത്യേകം ഓർത്തിരിക്കേണ്ട 3 കറണ്ട്, ഇലക്ട്രിസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്നാൽ എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാറ് സഞ്ചരിക്കുന്ന സ്പീഡ് അറിയണം. സോ സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഒരു കാറ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയണം, ആ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുത്തു എന്നും അറിയണം. സോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ്. ആ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പീഡ് കിട്ടുന്നത്. സോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ലെങ്ത്തും അറിയണം, അതേപോലെ സമയവും അറിയണം. ഈ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്പീഡ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നിൽക്കുന്നത്. അതേപോലെ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി അറിയണമെങ്കിൽ നമുക്ക് മാസും അറിയണം, വോളിയമും അറിയണം. വോളിയം മറ്റൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സോ ഇങ്ങനെ മറ്റ് ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ? സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? Fundamental quantities are quantities that exist independently and cannot be expressed in terms of other quantities. സ്വതന്ത്രമായി നിലനിൽക്കുന്നതും മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ പേരിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ആകെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? 14.2 കിലോഗ്രാം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന LPG കുക്കിംഗ് ഗ്യാസിൻ്റെ വെയ്റ്റ് 14.2 കിലോഗ്രാംസ് ആണ്. മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ എത്രയാണ്? 14.2 കിലോഗ്രാം. ഓക്കെ, ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഇസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ. ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ ആ മെഷർ ചെയ്യുന്ന കാര്യത്തിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 14.2. ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് 14.2 എന്ന് പറയുന്നത്. ഇവിടെ കിലോഗ്രാം എന്താണ്? കിലോഗ്രാം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ തോത് എന്ന് പറയുന്നത്. ഓക്കെ, സോ 14.2 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് 14.2. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന തോത് അല്ലെങ്കിൽ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?
ഇവിടെ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. ആദ്യത്തെ കേസിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഇവിടെ ഈ ഇൻസ്ട്രുമെന്റിൽ 37.8 എന്ന മാഗ്നിറ്റ്യൂഡാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ ടെമ്പറേച്ചറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 37.8 ആണ്. ഇത് ഏത് യൂണിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? സെൽഷ്യസ് സ്കെയിലിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ തോത് അല്ലെങ്കിൽ യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 37.8 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ കേസിൽ ഈ കുട്ടിയുടെ ഉയരം അല്ലെങ്കിൽ ലെങ്ത് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 165 ആണ് അല്ലേ. ഇവിടെ ഏതാണ് യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്? ദാ മോളിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റിമീറ്റർ സ്കെയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ന്യൂമറിക്കൽ വാല്യൂ 165 ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് 165 ആണ്. ആ കുട്ടിയുടെ ലെങ്ത് അല്ലെങ്കിൽ ഉയരം 165 ആണ്. അവിടെ ഏത് യൂണിറ്റിലാണ് അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? സെൻറ്റിമീറ്റർ സ്കെയിലിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്. സോ 165 സെൻറ്റിമീറ്റർ ആണ് ആ കുട്ടിയുടെ ഉയരം. ഓക്കെ. ഇനി അതിനെ നമ്മൾ എഴുതുമ്പോൾ 165 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. ഓക്കെ. ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് സ്പെല്ലിങ്ങിൽ തന്നെ എഴുതണം കേട്ടോ. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? ഇവിടെ നമ്മൾ മാസ് ആണ് മെഷർ ചെയ്യുന്നത്. എത്രയാണ്? 1 കിലോഗ്രാം. ഓക്കെ. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ് ആണ്. മാസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ 1 ആണ്. 1 കിലോഗ്രാം ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. ഇവിടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 കിലോഗ്രാം എന്നാണ് നമ്മൾ പൊതുവെ എഴുതുന്നത്. ഓക്കെ. സോ ഇത് മൂന്നും എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ന്യൂമറിക്കൽ വാല്യൂവും യൂണിറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആദ്യം എഴുതണം. അതിനുശേഷം അതിനോട് കൂടി തന്നെ അതിൻ്റെ യൂണിറ്റും നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിൻ്റെ മാസ് 50 കിലോഗ്രാം ആണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ടുള്ള 50 എന്ന് എഴുതണം. അതിനുശേഷം കിലോഗ്രാം ആയതുകൊണ്ട് യൂണിറ്റ് കിലോഗ്രാം എന്ന് നമ്മൾ എഴുതണം. സോ ഇങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്പർ, അതിനോട് കൂടി തന്നെ അതിൻ്റെ യൂണിറ്റും നമ്മൾ പറയണം. ഓക്കെ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് എ ചൈൽഡ്. ഈ നിൽക്കുന്ന കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യണം. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത്ത് അല്ലെങ്കിൽ നീളമാണ് ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ കുട്ടിയുടെ ലെങ്ത്ത് അല്ലെങ്കിൽ നീളമാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മുടെ കയ്യിൽ 2 തരം സ്റ്റിക്കുകളുണ്ട്. ഒന്ന് ലോങ്ങർ സ്റ്റിക്കാണ്, ഒന്ന് ഷോർട്ടർ സ്റ്റിക്കാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു വലിയ സ്റ്റിക്കും തന്നിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ സ്റ്റിക്കും തന്നിട്ടുണ്ട്. ഈ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ലെങ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ. ആദ്യം തന്നെ ഒരാൾ വന്നിട്ട് ഈ ഒരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം തന്നെ താഴത്തുനിന്ന് പ്ലേസ് ചെയ്ത് തുടങ്ങി. 1, 2, 3, 4, 5, 6 ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ. സോ 6 പ്രാവശ്യം ആ സ്റ്റിക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റ് എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഷോർട്ടർ സ്റ്റിക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്റ്റിക്ക് എന്ന് എഴുതാം അല്ലേ. 6 പ്രാവശ്യം ആ സ്റ്റിക്ക് ഉപയോഗിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ ഹൈറ്റ് എത്തിയത്. എന്നാൽ വലിയ സ്റ്റിക്ക് ഉപയോഗിച്ച് മറ്റൊരാൾ വന്ന് ഈ കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്തു. ഓക്കെ. സോ അപ്പോൾ 2 പ്രാവശ്യം വെച്ചപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെയെങ്കിൽ ലോങ്ങർ സ്റ്റിക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തത് എന്തായിരിക്കും? 2 സ്റ്റിക്ക് എന്നാണ് അല്ലേ. സോ ഒരു കുട്ടിയുടെ ഹൈറ്റ് 2 സ്കെയിൽ അല്ലെങ്കിൽ 2 സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തപ്പോൾ 2 വ്യത്യസ്ത വാല്യൂസ് നമുക്ക് കിട്ടി. ശരിയല്ലേ? ആദ്യം ഷോർട്ടർ സ്റ്റിക്ക് കൊണ്ട് മെഷർ ചെയ്തപ്പോൾ 6 സ്റ്റിക്ക് എന്നും കിട്ടി. ലോങ്ങർ സ്റ്റിക്ക് കൊണ്ട് മെഷർ ചെയ്തപ്പോൾ 2 സ്റ്റിക്ക് എന്നും കിട്ടി. ഓക്കെ. ഇത് ശരിയായിരിക്കുമോ? ആ കുട്ടിയുടെ ഹൈറ്റ് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുമോ ഓരോരുത്തർ വന്ന് മെഷർ ചെയ്യുന്ന സമയത്ത്? ഇല്ല. ഇവിടെ നമ്മൾ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു
എന്താ പറയുക, കൃത്യമായ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഉപകരണം കൊണ്ട് ആ കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്തിരുന്നെങ്കിൽ വലിയ സ്കെയിൽ ഉപയോഗിച്ചാലും ചെറിയ സ്കെയിൽ ഉപയോഗിച്ചാലും ആ കുട്ടിയുടെ ഹൈറ്റ് എന്താണോ അത് സെയിം ആയിട്ട് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഇനി ഈ സെയിം എക്സ്പെരിമെൻറ്റ് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? വോളിയമാണ്. ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളമുണ്ട് എന്ന് വിചാരിക്കുക. ആ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ വോളിയം നമുക്ക് മെഷർ ചെയ്യണം. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വോളിയമാണ്. നമ്മുടെ കയ്യിൽ 2 തരം ഗ്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ചെറിയ ഗ്ലാസ് ആണ്, മറ്റൊന്ന് വലിയ ഗ്ലാസ് ആണ്. സോ ഈ 2 ഗ്ലാസ് ഉപയോഗിച്ചും നമുക്ക് ഈ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ വോളിയം മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഗ്ലാസ് ഉപയോഗിച്ച് വോളിയം മെഷർ ചെയ്യുവാണ്. സോ നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തു, 2 ഗ്ലാസ് വെള്ളം എടുത്തു. അങ്ങനെ സപ്പോസ് ഒരു 20 ഗ്ലാസ് എടുത്തപ്പോഴാണ് ആ ബക്കറ്റിലെ വെള്ളം കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? 20 ഗ്ലാസ് ആണ് ആ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയാം. ഓക്കെ, ഇനി വലിയ ഗ്ലാസ് ഉപയോഗിച്ചപ്പോൾ സപ്പോസ് ഒരു 15 ഗ്ലാസ് നമ്മൾ എടുത്തപ്പോൾ തന്നെ ആ ബക്കറ്റിലെ വെള്ളം കഴിഞ്ഞു. അതായത് ആ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ വോളിയം 15 ഗ്ലാസ് ആണ്. സോ ഇവിടെ 2 ഗ്ലാസ് ഉപയോഗിച്ചപ്പോൾ, 2 വ്യത്യസ്ത ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിച്ചപ്പോൾ വോളിയം നമുക്ക് 2 രീതിയിലാണ് കിട്ടിയത്. ശരിയല്ലേ? 15 ഗ്ലാസ് അതേപോലെ 20 ഗ്ലാസ്. ഇവിടെ മെഷർമെൻറ്റ്സ് തുല്യമല്ല. പക്ഷെ അങ്ങനെയാണോ ശരിക്കും? ആ ബക്കറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ മെഷർ ചെയ്താലും സെയിം ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ തോത് ശരിയായില്ല. ആദ്യത്തെ കേസിൽ നമ്മൾ സ്റ്റിക്കാണ് യൂണിറ്റായിട്ട് ഉപയോഗിച്ചത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഗ്ലാസ് ആണ് യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതിന് പകരം ലോകത്ത് എവിടെ നമ്മൾ ചെന്നാലും ലെങ്ത്തും വോളിയമും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടണം. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ലോകത്ത് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് വേണം നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? So, when a physical quantity is measured anywhere in the world, the measurement should be the same. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ലോകത്തിലെ എവിടെ നിന്ന് അളന്നാലും അത് സെയിം ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കണം. ഓക്കെ, ഫോർ ദിസ് എവരിവൺ ഷുഡ് അഡോപ്റ്റ് എ ഫിക്സഡ് റെഫറൻസ്. അതായത് അങ്ങനെ നമുക്ക് സെയിം ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഫിക്സഡ് റെഫറൻസ് ആയിരിക്കണം. ദിസ് ഈസ് കോൾഡ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഒരു ഫിക്സഡ് റെഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് അല്ലെങ്കിൽ തോത് എന്ന് വിളിക്കുന്നത്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അളക്കാനായിട്ട് ഉള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റെഫറൻസ് ആണ് എന്ത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സഡ് റെഫറൻസ് ആയിരിക്കും. മനസ്സിലായല്ലോ? സോ ഇപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പണ്ട് കാലത്ത് നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലെങ്ത് തന്നെ മെഷർ ചെയ്യാൻ പല രാജ്യങ്ങളിലും പല യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഫീറ്റ് ഉപയോഗിച്ചിരുന്നു, അതേപോലെ ക്യൂബിറ്റ് ഉപയോഗിച്ചിരുന്നു, പിന്നെ എന്താണ്, ഹാൻഡ് സ്പാൻ ഉപയോഗിച്ചിരുന്നു. സോ നമുക്കറിയാം ഒരാളുടെ ഫീറ്റിൻ്റെ ലെങ്ത് ആയിരിക്കില്ല മറ്റൊരാളുടെ ഫീറ്റിൻ്റെ ലെങ്ത്, അല്ലേ? ഒരാളുടെ ക്യൂബിറ്റിൻ്റെ ലെങ്ത് ആയിരിക്കില്ല മറ്റൊരാളുടെ ക്യൂബിറ്റിൻ്റെ ലെങ്ത്. അതേപോലെ തന്നെയാണ് ഹാൻഡ് സ്പാനും. സോ ഈ ഒരു യൂണിറ്റ്സിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരുന്നു. അതേപോലെ ഡിഫിക്കൽട്ടി ഫോർ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് ദ മെഷർമെൻറ്റ്സ്. അതായത് ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് ഉപയോഗിക്കും, മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകണമെന്നില്ല. സോ ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇന്ന് ലോകത്തെവിടെയാണെങ്കിലും ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, അല്ലേ? സിമിലർലി ദർ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനും നമുക്കിന്ന് ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അങ്ങനെ ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്?
SI യൂണിറ്റ് എന്നാണ്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമ്മൾ SI യൂണിറ്റ്സ് എന്നും പറയും. മെഷർമെൻറ്റ് യൂസിങ് SI യൂണിറ്റ് ഓൾവേസ് ഹാസ് എ യൂണിവേഴ്സൽ റിസൾട്ട്. അതായത് SI യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ലോകത്തെവിടെ ചെന്നാലും നമുക്ക് ആ സെയിം മെഷർമെൻറ്റ് തന്നെ കിട്ടും. ഓക്കെ, സോ ഇപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഒരു കുട്ടി മെക്കാനിക്കിനോട് ചോദിച്ചിരുന്നു, ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലാണ്, മറ്റു പാർട്സ് എല്ലാം ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതെല്ലാം കൂടി എങ്ങനെയാണ് കൂട്ടി യോജിപ്പിച്ച് ഈ കാർ എന്ന രൂപമാക്കിയത് എന്നൊരു സംശയം ആ കുട്ടിക്കുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്ത് ഏത് ഭാഗം നിർമ്മിച്ചാലും അതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് ഭാഗത്ത് എൻജിൻ പാർട്സ് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ചാലും അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് അതിനെ അസംബിൾ ചെയ്ത് കാർ എന്ന പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, now different units are required for the same physical quantity in various contexts. അതായത് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് പല യൂണിറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും. SI യൂണിറ്റ്സ് മാത്രമല്ല, മറ്റ് യൂണിറ്റ്സും ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മോളർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്മോളർ ക്വാണ്ടിറ്റീസ്. വലിയ ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ യൂണിറ്റ്സ് ഉപയോഗിക്കും. എന്നാൽ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ചെറിയ യൂണിറ്റ്സ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് മെഷർ ചെയ്യണം. സോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ് അല്ലേ? ഇവിടെ നമ്മൾ മീറ്റർ ഉപയോഗിക്കുന്നതാണോ നല്ലത്, കിലോമീറ്റർ ഉപയോഗിക്കുന്നതാണോ നല്ലത്? നമ്മളെപ്പോഴും ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്ലേസിൽ നിന്നും അടുത്ത പ്ലേസിലേക്കുള്ള ദൂരം കിലോമീറ്ററിലാണ് പറയുക. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ അങ്ങനെ പറയൂ അല്ലേ? എന്നാൽ നമുക്കൊരു തുണി മെഷർ ചെയ്യണം, ഒരു ക്ലോത്ത് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മീറ്ററിൽ പറയും, ശരിയല്ലേ? ഇനി ഒരാളുടെ ഹൈറ്റാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമ്മളത് സെൻറ്റിമീറ്ററിൽ പറയും. സോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അളക്കേണ്ടത് വലിയ ഒരു മെഷർമെൻ്റ് ആണോ ചെറിയ മെഷർമെൻ്റ് ആണോ എന്നതനുസരിച്ച് വലിയ യൂണിറ്റ്സും ചെറിയ യൂണിറ്റ്സും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റ്സ് ലെങ്ത്തിനുണ്ട്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, ഇതെല്ലാം ലെങ്ത്തിൻ്റെ വ്യത്യസ്ത യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള സ്കെയിലാണ്. ഇതൊരു സെൻറ്റിമീറ്റർ സ്കെയിലോ അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിലോ ആകാം. സോ ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അതായത് ഈ സ്കെയിലിലെ രണ്ട് ചെറിയ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ലെങ്ത്താണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഈ സ്കെയിലിൽ നമുക്ക് വലിയ ലൈൻസും ചെറിയ ലൈൻസും കാണാം. അതിൽ രണ്ട് ചെറിയ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ഈ 1 മില്ലിമീറ്റർ ആണ് ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ലെങ്ത്തും. ഓക്കെ, ഇനി സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് വലിയ ലൈൻസിൻ്റെ ഇടയിൽ, അതായത് ഒരേ നീളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് വലിയ ലൈൻസിൻ്റെ ഇടയിലുള്ള ലെങ്ത്താണ് അല്ലെങ്കിൽ നീളമാണ് എന്ത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് അതിനേക്കാളും ചെറിയ ലൈൻ കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് 0.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് 0.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്കെയിലിൽ മില്ലിമീറ്റർ നമുക്ക് അളക്കാം, മില്ലിമീറ്ററിൽ നമുക്ക് ലെങ്ത് അളക്കാം, സെൻറ്റിമീറ്ററിൽ നമുക്ക് ലെങ്ത് അളക്കാം. ഇനി സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മീറ്ററിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ. 1 മീറ്റർ ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് 1 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതറിയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ എടുക്കുക,
ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ എത്ര ചെറിയ ലൈൻസ് ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ മതി. 10 ചെറിയ ലൈൻസ് ഉണ്ടായിരിക്കും. സോ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് ഒരു മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്നാണ് ചോദ്യം. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്നും പഠിച്ചു. അങ്ങനെയെങ്കിൽ ഒരു മീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സോ 1000 മില്ലിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. എന്നാൽ ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഇവിടെ ലൈറ്റ് സ്പീഡ് എന്നൊരു ടേം കൊടുത്തിട്ടുണ്ട്. ദ ടേം ലൈറ്റ് സ്പീഡ് ഇസ് യൂസ്ഡ് ടു റെഫർ ടു എ വെരി ഹൈ സ്പീഡ്. വളരെ ഹൈ സ്പീഡിനെ റെഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലൈറ്റ് സ്പീഡ് എന്ന ടേം ഉപയോഗിക്കുന്നത്. എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ്? ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് എത്രയാണ്? ദ ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 299,792,458 മീറ്റർ പെർ സെക്കൻഡ് ഇൻ വാക്വം. വാക്വം അല്ലെങ്കിൽ സ്പേസിൽ അല്ലെങ്കിൽ അന്തരീക്ഷം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് 299,792,458 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1/299,792,458 of a second is accepted as SI unit of light. അതായത് ഇത്രയും സെക്കൻഡിൽ 1/299,792,458 അത്രയും സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എത്രയാണ്? എന്താണ്? മീറ്റർ ആണ് അല്ലേ? സോ 1/299,792,458 അത്രയും സെക്കൻഡിൽ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കും? 1 മീറ്റർ സഞ്ചരിക്കും. മനസ്സിലായോ? മീറ്റർ എന്ന് പറയുന്നതാണ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. ഈ SI യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്തത്? ലൈറ്റിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 299,792,458 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെവിടെയാണ്? വാക്വത്തിൽ, അന്തരീക്ഷം ഇല്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മീഡിയം ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ പറയുന്ന സ്പീഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? 299,792,458 മീറ്റർ ആണ് ലൈറ്റ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. അതാണ് ലൈറ്റിൻ്റെ സ്പീഡ്. ഇനി SI യൂണിറ്റ് ഓഫ് ലെങ്ത് നമ്മൾ അതിൽ നിന്നും എങ്ങനെ കണ്ടെത്തി? 1/299,792,458 അത്രയും സെക്കൻഡിൽ എത്ര ദൂരമാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതാണ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. ആ ഒരു ടൈം പീരീഡിൽ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കും? 1 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. സോ മീറ്റർ ആണ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? The scale of plastic bags below 30 micron is prohibited in shops within the limit of municipality with effect from 30/10/2022. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ഷോപ്സിൽ അല്ലെങ്കിൽ കടകളിൽ 30 മൈക്രോണിൽ താഴെ വരുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടീസ്? ഈ നോട്ടീസിൽ പറയുന്ന മെഷർമെൻറ്റ് എന്താണ്? മൈക്രോൺ ആണ് അല്ലേ? എന്താണ് ഈ മൈക്രോൺ എന്ന് പറഞ്ഞാൽ? മൈക്രോൺ ഇസ് അബ്രിവേഷൻ ഓഫ് മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് മൈക്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. അതായത് ഒന്നിൻ്റെ കൂടെ 6 പൂജ്യം വരണം. അത്രയും മൈക്രോമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എത്ര ചെറിയ അളവാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഒരു മീറ്ററിനെ 10 ലക്ഷം പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഏറ്റവും ചെറിയ ഭാഗമാണ് എന്ത്? മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെൻറ്റിമീറ്ററിനെ നമ്മൾ 10 ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതേപോലെ ഒരു മീറ്ററിനെ
10 ലക്ഷം ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു പാർട്ടാണ് എന്ത്, മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇപ്പം നമ്മൾ ലെങ്ത്തിൻ്റെ ഏതൊക്കെ യൂണിറ്റ്സ് പഠിച്ചു? നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് ഓഫ് ലെങ്ത്ത് മീറ്റർ ആണ്. അതേപോലെ മില്ലിമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കി, സെൻറ്റിമീറ്റർ പഠിച്ചു, മൈക്രോമീറ്ററും പഠിച്ചു അല്ലേ? ഇനി ചില സിറ്റുവേഷൻസിൽ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ദൂരം നമ്മൾ പറയുന്നത് എപ്പോഴും കിലോമീറ്ററിലായിരിക്കും. സോ കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിനേക്കാളും വലിയ യൂണിറ്റാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിലൂടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേസിലൂടെയൊക്കെ അല്ലെങ്കിൽ നാഷണൽ ഹൈവേസിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇതേപോലെ ഗ്രീൻ കളറിലെ ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ഡയറക്ഷനും അതേപോലെ അങ്ങോട്ടുള്ള ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതെപ്പോഴും കിലോമീറ്ററിലായിരിക്കും. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ ബോർഡിൽ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ദൂരം എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും അത് കിലോമീറ്ററിൽ തന്നെയായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സോ കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തിൻ്റെ മീറ്ററിനേക്കാളും വലിയ ഒരു യൂണിറ്റാണ്. ഒരു കിലോമീറ്റർ എത്ര മീറ്ററാണ്? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ. ക്ലിയർ ആയല്ലോ? സോ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ കിലോമീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സൗരയുധത്തിൽ നമ്മൾ ഏത് സ്കെയിൽ ഉപയോഗിക്കും? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു ദ സൺ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഭൂമിയും അതേപോലെ സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഇതെന്തിന് ഈക്വലാണ്? 150 മില്യൺ കിലോമീറ്ററിന് ഈക്വലാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. A light year is a distance light travels in a year in vacuum. Light year എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷത്തിൽ വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന രീതിയിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 യൂണിറ്റ്സ് കൂടി പഠിച്ചു. ഒന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്, മറ്റൊന്ന് ലൈറ്റ് ഇയർ ആണ്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിലും ലൈറ്റ് ഇയർ ആണെങ്കിലും ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് തന്നെയാണ്. സോ ഇവിടെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ്. അത് എന്തിന് ഈക്വലാണ്? 150 മില്യൺ കിലോമീറ്ററിന് ഈക്വലായിട്ട് വരും. എന്നാൽ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 299,792,458 മീറ്റർ പെർ സെക്കൻഡ് ഇൻ വാക്വം എന്ന്. ഇത് മീറ്ററിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞത് കിലോമീറ്ററിലാണ്. മാത്രമല്ല അപ്രോക്സിമേറ്റ്ലി എന്ന വാക്ക് ഉപയോഗിച്ചു. അതായത് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ നോർമലി നമ്മൾ 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വാല്യൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 299,792,458 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇത്രയും നേരം നമ്മൾ ലെങ്ത്തിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് കണ്ടത്. ഇനി നമുക്ക് മാസിൻ്റെ വ്യത്യസ്ത യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ? മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇത് കൂടാതെ മില്ലിഗ്രാം, ഗ്രാം ഇതെല്ലാം മാസിൻ്റെ യൂണിറ്റ്സ് തന്നെയാണ്. ഇനി എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ?
ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. അതായത് ഏതൊരു വസ്തുവിലും എന്തോരം മാറ്ററാണ് അടങ്ങിയിരിക്കുന്നത് അതിനെയാണ് മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ആണ്. മാസിൻ്റെ വ്യത്യസ്ത യൂണിറ്റ്സ് ആണ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം എന്നിവ. ഓക്കെ, ഇവിടെ നമുക്കൊരു പേസ്റ്റ് കാണാം, അതേപോലെ മെഡിസിനും കാണാം അല്ലേ. പേസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തെ മാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗ്രാംസിലായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. 10 ഗ്രാമിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാകും, അതേപോലെ 20 ഗ്രാമിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, 200 ഗ്രാമിൻ്റെ, 250 ഗ്രാമിൻ്റെ, 500 ഗ്രാമിൻ്റെ ഒക്കെ ടൂത്ത് പേസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ടൂത്ത് പേസ്റ്റ് ഗ്രാംസിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ മെഡിസിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ഡോളോ അല്ലെങ്കിൽ പാരസിറ്റമോൾ വാങ്ങിക്കും അല്ലേ. അപ്പോൾ അവർ ചോദിക്കും എത്രയുടെ ഡോളോയാണ് വേണ്ടത്, 650യുടെ ഡോളോ വേണോ അതോ 500ൻ്റെ ഡോളോ വേണോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസിനും അതേപോലെ അളവുണ്ടായിരിക്കും. സോ മെഡിസിൻസിൽ പൊതുവേ നമ്മൾ ഏത് അളവാണ് ഉപയോഗിക്കുന്നത്, മില്ലിഗ്രാംസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ്. മാസിൻ്റെ സ്മോളർ യൂണിറ്റ്സ് ആണ് മില്ലിഗ്രാമും ഗ്രാമും. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഒരു ഗ്രാം എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ആണ്. നമുക്കറിയാം കിലോഗ്രാം ആണ് SI യൂണിറ്റ് ഓഫ് മാസ്. ഈ കിലോഗ്രാം എന്ന് പറയുന്നത് ഗ്രാമിനേക്കാളും മില്ലിഗ്രാമിനേക്കാളും കുറച്ചുകൂടി വലിയ യൂണിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആയിരിക്കും? ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഓക്കെ, 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം. അതേപോലെ ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാംസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി മാസിന് കിലോഗ്രാമിനേക്കാളും വലിയ യൂണിറ്റ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? ക്വിൻറ്റൽ, ടൺ എന്നൊക്കെ പറയുന്നത് മാസിൻ്റെ ലാർജർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ യൂണിറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. മില്ലിഗ്രാം, ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണ്? 10 ലക്ഷം മില്ലിഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കിലോഗ്രാം എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം. ഒരു ക്വിൻറ്റൽ എത്ര കിലോഗ്രാം ആണ്? ഒരു ക്വിൻറ്റൽ അരി, നമ്മൾ അരിയൊക്കെ ക്വിൻറ്റലിൽ പറയും. ഒരു ക്വിൻറ്റൽ അരി എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആയിരിക്കും. 1 ക്വിൻറ്റൽ ഇസ് ഈക്വൽ ടു 100 കിലോഗ്രാംസ്. ഇനി ടൺ ആണെങ്കിലോ? 1 ടൺ ഇസ് ഈക്വൽ ടു 1000 കിലോഗ്രാംസ്. ഒരു ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം ആണ്. മനസ്സിലായല്ലോ? സോ ഒരു കിലോഗ്രാം എത്ര മില്ലിഗ്രാം ആണ്? 10 lakh മില്ലിഗ്രാം ആണ്. ഒരു കിലോഗ്രാം 1000 ഗ്രാം ആണ്. ക്വിൻറ്റൽ എന്ന് പറയുമ്പോഴോ 100 കിലോഗ്രാം ആണ്. ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം ആണ്. ഓക്കെ, നമ്മൾ ഷിപ്പിംഗ് ഒക്കെ ചെയ്യൂലേ, ഷിപ്പിലൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ കയറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് നമ്മൾ ടണ്ണിലാണ് പറയുക. അതേപോലെ ലോറിയിലൊക്കെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇത്ര ടണ്ണാണ് അതിൻ്റെ ലോഡ് എന്നാണ് നമ്മൾ പറയുക. എന്നാൽ ഒരു ചാക്ക് അരിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ക്വിൻറ്റലിൽ പറയും. ഇനി നമ്മൾ കടയിൽ പോയിട്ട് ഒരു 2 കിലോ അരി അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കിലോഗ്രാം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ടൈം. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് അല്ലേ. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡിൽ മാത്രമാണോ നമ്മൾ ടൈം പറയുന്നത്? അല്ല, മിനിറ്റിലും അവറിലും ഒക്കെ നമ്മൾ ടൈം പറയും. ഒരു മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? നമ്മുടെ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും? 60 സെക്കൻഡ് എടുക്കും അല്ലേ. 60 സെക്കൻഡ് ട്രാവൽ ചെയ്താലാണ് മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ 1 അവർ എത്ര സെക്കൻഡ് ആയിരിക്കും? ഒരു അവർ എന്ന് പറയുന്നത് നമുക്കറിയാം, 1 അവർ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് അല്ലേ. 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. ഇതിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു അവറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 60 × 60 സെക്കൻഡ് ഉണ്ടാവൂലേ. അതായത് 3600 ഇത്രയും സെക്കൻഡ് എന്തിലുണ്ടാകും? ഒരു മണിക്കൂറിലുണ്ടാവും. മനസ്സിലായല്ലോ? ക്ലോക്ക് എടുത്ത് വെച്ച് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഒരു മണിക്കൂർ എത്ര സെക്കൻഡ് ആയിരിക്കും? 60 × 60, അതായത് 3600 സെക്കൻഡ് ആണ്
ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വോളിയത്തിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് വോളിയം? വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. ഒരു ഒബ്ജക്റ്റ് എന്തോരം സ്പേസ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്, അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് ഇരിക്കാൻ എന്തോരം സ്ഥലം വേണം, ആ ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. എസ് ഐ യൂണിറ്റ് ഓഫ് വോളിയം എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബ് എന്നാണ്. ഓക്കെ, ഇനി വോളിയത്തിൻ്റെ മറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? വോളിയം നമ്മൾ ലിറ്ററിൽ പറയും, സെൻറ്റിമീറ്റർ ക്യൂബിൽ പറയും, അതേപോലെ മില്ലി ലിറ്ററിലൊക്കെ പറയും. ഓക്കെ, ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഒരു ലിറ്റർ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് ഒരു ലിറ്ററിൻ്റെ വോളിയത്തിലുള്ള ഒരു ക്യൂബ്, ഇത്രയും വലിയൊരു ക്യൂബ്, ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഇതിൽ എത്ര സെൻറ്റിമീറ്റർ ക്യൂബ്സ് ഉണ്ടായിരിക്കും? ചെറിയ ചെറിയ എത്ര സെൻറ്റിമീറ്റർ ക്യൂബ്സ് ഉണ്ടായിരിക്കും? 1000 സെൻറ്റിമീറ്റർ ക്യൂബ്സ് അടുക്കി വെക്കുമ്പോഴാണ് ഒരു ലിറ്ററിൻ്റെ വലിപ്പത്തിലുള്ള, ഒരു ലിറ്റർ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന വലിയൊരു ക്യൂബ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ലിറ്റർ എത്ര മില്ലി ലിറ്ററാണ്? ഒരു ലിറ്റർ എന്ന് പറയുന്നത് എഗെയിൻ 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, ഒരു ലിറ്ററിൽ എത്ര മില്ലി ലിറ്റേഴ്സ് ഉണ്ട്? 1000 മില്ലി ലിറ്റേഴ്സ് ആണ് ഉള്ളത്. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. അതേപോലെ മില്ലി ലിറ്ററിൽ പറയുവാണെങ്കിൽ ഒരു ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സബ്സ്റ്റൻസിന് എന്തോരം മാസ് ഉണ്ട്, അതാണ് ആ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി. ഇക്വേഷനാണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മഗ് ഉണ്ടാവൂലേ? നമ്മൾ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മഗ്. നോർമൽ കേസിൽ 1 ലിറ്ററിൻ്റെ മഗ്ഗൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു ലിറ്ററിൻ്റെ 2 മഗ് എടുക്കുക. ഓക്കെ, ഒരു ലിറ്ററിൻ്റെ 2 മഗ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം എന്താണ്? 1 ലിറ്റർ ആണ്. ഈ 2 മഗ്ഗിൻ്റെയും കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഒരെണ്ണത്തിൽ നിറച്ച് വെള്ളം എടുക്കുക. ഓക്കെ, മറ്റതിൽ നിറച്ച് സാൻഡ് എടുക്കുക, മണ്ണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതിനായിരിക്കും മാസ് കൂടുതൽ, ഭാരം കൂടുതൽ? ഏതിനായിരിക്കും? വെള്ളത്തിനാണോ ഭാരം കൂടുതലായിട്ട് തോന്നുക, അതോ ഈ മണ്ണെടുത്തിരിക്കുന്ന പാത്രത്തിനായിരിക്കോ? മണ്ണിനാണ് കൂടുതൽ മാസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 2 കേസിൽ ഏതിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ? 2 കേസിലും നമ്മൾ സെയിം വോളിയമാണ് എടുത്തിരിക്കുന്നത്, മാസ് മാത്രമാണ് ഡിഫറൻറ്റ്. ഇവിടെ വെള്ളത്തിന് മാസ് കുറവായിരിക്കും, സാൻഡിന് മാസ് കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ഏതിനാണ് ഡെൻസിറ്റി കൂടുതൽ? മാസ് ഏതിനാണോ കൂടുതൽ അവിടെ ആയിരിക്കും ഡെൻസിറ്റി കൂടുതൽ. അതായത് വോളിയം നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുന്ന സമയത്ത് മാസ് കൂടുതലുള്ള സബ്സ്റ്റൻസിന് എന്ത് കൂടുതലായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. In 1960, an international conference held in Paris approved the International System of Units or SI units as a universal system of units for measurement. അതായത് 1960 പാരീസിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു. അവിടെ വെച്ചാണ് SI യൂണിറ്റ്സിനെ യൂണിവേഴ്സൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഫോർ മെഷർമെൻറ്റ്സ് ആയിട്ട് അംഗീകരിച്ചത്. Under this system, units were assigned to all fundamental quantities. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്, അടുത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും നമുക്കുണ്ട്. ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് മീറ്റർ. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചാണ്. മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്.
അതിൻ്റെ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ജിയുമാണ് കിലോഗ്രാമിന് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ലെറ്റർ ആണോ അതോ ക്യാപിറ്റൽ ലെറ്റർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ മാസിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ജിയും ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് സെക്കൻഡ്. സ്മോൾ ലെറ്റർ S ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് കെൽവിൻ ആണ്. കെൽവിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ K ഉപയോഗിച്ചാണ്. ഇനി ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A ഉപയോഗിച്ചാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് MOLE മോൾ ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ MOL ഉപയോഗിച്ചാണ്. അതേപോലെ ലാസ്റ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്താണ്? കാൻഡലയാണ്. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ ഡിയും ഉപയോഗിച്ചാണ്. സോ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് രണ്ട് കേസിൽ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നുള്ളൂ. അതൊന്ന് ടെമ്പറേച്ചറിൻ്റെ കെൽവിനും അതേപോലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംപിയറിലും. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും. ഓക്കെ, SI യൂണിറ്റ്സ് തന്നെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. സോ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും ഈ സെയിം കാര്യം തന്നെയാണ് പറയേണ്ടത്. എന്തൊക്കെയാണ്? ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്. അവർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ലോകത്ത് എവിടെ ചെന്നാലും ഈ യൂണിറ്റ്സിന് അക്സെപ്റ്റൻസ് ഉണ്ട്. ദേ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. എല്ലായിടത്തും ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. അതായത് മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ നമുക്ക് ഈ SI യൂണിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, സോ ഇതൊക്കെയാണ് SI യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് ഏരിയ, വോളിയം, ഡെൻസിറ്റി എന്നിവ. ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയയുടെ ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും രണ്ടും എന്താണ്? ലെങ്ത് തന്നെയാണ്. സോ ഇതിൻ്റെ യൂണിറ്റ്സ് എന്തായിരിക്കും? ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം SI യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഇവിടെ നമ്മൾ രണ്ട് ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട്, ഒന്ന് നീളത്തിലുള്ളതും ഒന്ന് വീതിയിലുള്ളതും. സോ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റർ സ്ക്വയർ എന്ന ഒരു പുതിയ യൂണിറ്റ് നമുക്ക് കിട്ടും. സോ മീറ്റർ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മീറ്റർ സ്ക്വയർ കിട്ടി. ഈ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അതെന്തിൻ്റെ യൂണിറ്റ് ആണ്? ഏരിയയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ വോളിയം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? അതും നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇതെല്ലാം എന്ത് തന്നെയാണ്? നീളം തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ ലെങ്ത് തന്നെയാണ്. സോ ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ലെങ്ത് ഉപയോഗിക്കുന്നുണ്ട്? 3 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ 3 പ്രാവശ്യം നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ശരിയല്ലേ? സോ വോളിയത്തിൻ്റെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഇനി ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. മാസ് ബൈ വോളിയം ആണ് അല്ലേ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. മാസ് നമുക്കറിയാം കിലോഗ്രാമിലാണ് നമ്മൾ അളക്കുന്നത്. വോളിയം ആണെങ്കിലോ നമുക്കിവിടെ ഓൾറെഡി കിട്ടി, മീറ്റർ ക്യൂബാണ്. സോ ഡിറൈവ്ഡ് യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം
പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻ ഓഫ് യൂണിറ്റ്സ് ഫോർ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവിടെ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് നൊട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ. 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ മാസ് അളന്ന് നോക്കിയപ്പോൾ എത്ര കിട്ടി? 1.5 കിലോഗ്രാം എന്ന് കിട്ടി. സോ അത് നമ്മൾ 1.5 അതിൻ്റെ കൂടെ കിലോഗ്രാം എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. സ്മോൾ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ ജി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ മെഷർ ചെയ്ത സമയത്ത് നമുക്ക് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ എല്ലാം നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഇൻ വേർഡ്സിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതണം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് നമ്മൾ എഴുതണം. മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ ഇങ്ങനെ ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻ വേർഡ്സിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതണം. ഇതിലും എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ യൂണിറ്റ്സിനെ ഇൻകറക്റ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി ജനറൽ റൂൾസ് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ. സോ ആദ്യം തന്നെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1.5 കിലോഗ്രാം, ഇത് രണ്ടും തെറ്റായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തെറ്റ് എന്താണ്? കിലോഗ്രാം അതേപോലെ മീറ്റർ ക്യൂബ് ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. സോ ഇവിടെ എന്ത് ഉപയോഗിക്കണം? യൂസ് ലോവർ കേസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം കിലോഗ്രാമും മീറ്ററും ഒക്കെ നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. ഇനി അടുത്തത് നോക്കിക്കേ. 1000 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ്, അതേപോലെ 1.5 കിലോഗ്രാംസ്. കെ ജി എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുന്നതിന് പകരം KGS എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ നമ്മൾ പ്ലൂറൽ ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സിംഗുലർ ഫോം ഉപയോഗിച്ചാൽ മതി. നെവർ യൂസ് പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾസ്. അതായത് 10 കിലോഗ്രാം എന്ന് നമ്മൾ എഴുതിയാൽ മതി, 10 കിലോഗ്രാംസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ 75 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് കറക്റ്റ്. 75 സെൻറ്റിമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ ഇവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാൻ പാടില്ല, എപ്പോഴും സിംഗുലർ ഫോം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും 1.5 കിലോഗ്രാമും. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റിൻ്റെയും ഇടയിൽ സ്പേസ് കൊടുത്തിട്ടില്ല. ശരിയല്ലേ? 1000 എന്ന് കഴിഞ്ഞ് സ്പേസ് ഇടാതെ അപ്പം തന്നെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയേക്കുക. അതേപോലെ 1.5 കഴിഞ്ഞ് സ്പേസ് ഇല്ല, ഉടനെ തന്നെ കിലോഗ്രാം എന്ന് എഴുതിയിരിക്കുകയാണ്. സോ ദർ ഷുഡ് ബി സ്പേസ് ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ്. മാഗ്നിറ്റ്യൂഡിൻ്റെയും യൂണിറ്റിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ശരിയല്ലേ? ഇനി അടുത്തത് 1000 കിലോഗ്രാം പെർ മീറ്റർ മീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നതിന് പകരം 3 സ്ലാഷ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് തെറ്റ്? ഇങ്ങനെ 3 സ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല, ഒരു സ്ലാഷ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈൽ റൈറ്റിംഗ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എ സ്ലാഷ് ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡിവിഷൻ. ഒരു സ്ലാഷ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. നെവർ യൂസ് മോർ ദാൻ 1 സ്ലാഷ് ഇൻ 1 ഡിറൈവ്ഡ് യൂണിറ്റ്. ഒരു ഡിറൈവ്ഡ് യൂണിറ്റിൽ ഒരു സ്ലാഷ് ഉപയോഗിക്കുക, കൂടുതൽ സ്ലാഷസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. സോ ഇവിടെ മീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നതിന് പകരം ക്യൂബിക് മീറ്റർ എന്ന് വേർഡ്സിൽ എഴുതിയിരിക്കുകയാണ്. സോ ഇവിടുത്തെ തെറ്റെന്താണ്? അതേപോലെ 1000 കിലോഗ്രാം എന്ന് വേർഡ്സിൽ എഴുതിയിട്ട് പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നു. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് യൂണിറ്റ് വിത്ത് നെയിം ഓഫ് ദ യൂണിറ്റ്. സിമ്പിളും നെയിമും തമ്മിൽ മിക്സ് ചെയ്ത് എഴുതാനും പാടില്ല. അടുത്തത് എന്താണ്? 1 കിലോഗ്രാം 500 ഗ്രാം. 1.5 കിലോഗ്രാം എന്ന് എഴുതുന്നതിന് പകരം 1 കിലോഗ്രാം 500 ഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് 2 യൂണിറ്റ് ഒരേ സമയത്ത് ഉപയോഗിക്കരുത്. ഇവിടെ ഗ്രാമും കിലോഗ്രാമും രണ്ടും ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? 273 കെൽവിൻ, അതേപോലെ 250 മീറ്റർ. യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ്
വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. ഇവിടെ സിമ്പിൾ ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ക്യാപിറ്റൽ കെ നമുക്ക് കെൽവിൻ ഉപയോഗിക്കാം. അതേപോലെ 250 മീറ്ററിന് സ്മോൾ ലെറ്റർ എമ്മും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ കെൽവിൻ എന്നും മീറ്റർ എന്നും വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ എല്ലാം സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. വേർഡ്സിൽ എഴുതുന്ന സമയത്ത് എല്ലാം നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി കുറച്ചുകൂടി റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഈ ന്യൂട്ടൺ എന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണല്ലേ ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് ഫോഴ്സിന് ഈ ന്യൂട്ടൺ എന്ന യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. സോ കറക്റ്റ് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. സ്മോൾ ലെറ്റർ എൻ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ നിന്നാണ് യൂണിറ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെങ്ത് ആണ്. 60 സെൻറ്റിമീറ്റർ ഇസ് എ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. ഈ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റ് ആണ്. എന്നാൽ രണ്ടാമത് എഴുതിയിരിക്കുന്നത് നോക്കൂ. 60 സെൻറ്റിമീറ്റർ ഫുൾ സ്റ്റോപ്പ് ഈസ് എ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഫുൾ സ്റ്റോപ്പ്. ഇവിടെ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ. അതായത് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിമ്പിളിലാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഇടയിലാണ് നമ്മൾ സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയൊന്നും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാനോ കോമ ഉപയോഗിക്കാനോ പാടില്ല. ഓക്കെ, എന്നാൽ അടുത്ത കേസ് നോക്കിക്കേ. ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് 60 സെൻറ്റിമീറ്റർ. ഇവിടെ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് 60 സെൻറ്റിമീറ്ററിലാണ്. സോ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. എന്നാൽ ഈ കേസിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. അത് തെറ്റാണ്. ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ് എനർജിയുടെ യൂണിറ്റ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ന്യൂട്ടൺ എന്നെഴുതിയ ശേഷം ഒരു ഡോട്ട് ഇട്ടിട്ട് മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് എഴുതി സ്പേസ് ഇട്ടിട്ട് മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അല്ലാതെ ന്യൂട്ടൺ മീറ്റർ എന്ന് അടുപ്പിച്ചെഴുതുന്നത് തെറ്റാണ്. എ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്. അതായത് രണ്ട് യൂണിറ്റ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഒരു യൂണിറ്റ് വരുന്നത് എങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഡോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മൾ ലീവ് ചെയ്യണം. അതല്ലാതെ ന്യൂട്ടൺ മീറ്റർ എന്നിങ്ങനെ അടുപ്പിച്ചെഴുതാനായിട്ട് പാടില്ല. സോ ഇതൊക്കെയാണ് യൂണിറ്റ്സിൽ വരുന്ന ബേസിക് റൂൾസ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ലെങ്ത്ത് മെഷർ ചെയ്യാം അല്ലേ? അതേപോലെ ടേപ്പ് ഉപയോഗിച്ചും ലെങ്ത്ത് മെഷർ ചെയ്യാം. ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ലീസ്റ്റ് കൗണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? The smallest value that can be measured using an instrument is called its least count. ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചും മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ അളവ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മെഷർമെൻ്റ് ആണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സെൻറ്റിമീറ്റർ സ്കെയിലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സ്കെയിലുണ്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ. അതേപോലെ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും ഒക്കെ കാണും. സോ ഇവിടെ 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ അങ്ങനെ 15 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ എത്ര ചെറിയ ഡിവിഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 10 ചെറിയ ഡിവിഷൻസ് ഉണ്ട് അല്ലേ? അതിൽ ഓരോ ചെറിയ ഡിവിഷനും 1 മില്ലിമീറ്റർ വീതമാണ്. സോ ഒരു സ്കെയിൽ കൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ആണ് ഒരു സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ആ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, അതാണ് ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇവിടെ കുറേ പേപ്പേഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ മൊത്തം എത്ര പേപ്പർ ഉണ്ട് ഇതിലെന്നറിയണം. നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ പേപ്പർ സ്റ്റാക്ക്. ഫോർ എക്സാമ്പിൾ അത് 100 പേപ്പർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി തിക്നെസ്
ഓഫ് ദ പേപ്പർ സ്റ്റാക്ക്. ഈ മൊത്തം പേപ്പറിൻ്റെ തിക്നെസ് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ എത്ര വന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ അതൊരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ തിക്നെസ് ഓഫ് 1 പേപ്പർ എന്തായിരിക്കും? തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റാക്ക് 5 സെൻറ്റിമീറ്റർ അല്ലേ. ഈ 5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100, അതായത് 100 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പേപ്പർ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം ആ സ്റ്റാക്കിൻ്റെ തിക്നെസ് എന്താണോ അതിനെ നമ്പർ ഓഫ് പേപ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇവിടെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? തിക്നെസ് ഓഫ് 1 പേപ്പർ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 0.05 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂ ആണ് കിട്ടുന്നത്. 0.05 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ കുറേ പേപ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താ ചെയ്യേണ്ടത്? തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റാക്ക്, ആ മൊത്തം സ്റ്റാക്കിൻ്റെ തിക്നെസ് ഒരു സ്കെയിൽ കൊണ്ട് അളക്കുക. അതിനെ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ പേപ്പർ സ്റ്റാക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി ഒരു മെഷറിംഗ് ജാർ ഉപയോഗിച്ച് വോളിയം എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. pour some water into a measuring jar and mark its level. ആദ്യം തന്നെ മെഷറിംഗ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ ലെവൽ എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ടൈ ദ സ്റ്റോൺ വിത്ത് എ ത്രെഡ് ആൻഡ് ഡിപ്പ് ഇൻ ടു ദ വാട്ടർ. അതിനുശേഷം ഒരു ത്രെഡിൽ ഒരു സ്റ്റോൺ കെട്ടി തൂക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുക. ഈ സ്റ്റോണിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒബ്സർവ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ. നേരത്തെ ഇതായിരുന്നു വാട്ടറിൻ്റെ ലെവലെങ്കിൽ ഇപ്പോൾ വാട്ടറിൻ്റെ ലെവൽ കുറച്ച് കൂടും. എന്തുകൊണ്ടാണ്? ഈ വാട്ടറിലേക്ക് നമ്മൾ ആ സ്റ്റോൺ ഇട്ടു അല്ലേ. അപ്പോൾ ആ സ്റ്റോണിന് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ ആ സ്റ്റോണിൻ്റെ വോളിയം എന്താണോ അത്രയും ഇതിൽ റൈസ് സംഭവിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്റ്റോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. എത്ര ഇൻക്രീസ് ആണ് ഈ വെള്ളത്തിലുണ്ടായത്, ആ വെള്ളത്തിൻ്റെ വോളിയം ആയിരിക്കും എന്ത്? ഈ സ്റ്റോണിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ മെഷറിംഗ് ജാറിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ലിറ്റർ ആണ്. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ജാർ? മെഷറിംഗ് ജാറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലി ലിറ്റർ തന്നെയായിരിക്കും. ഓക്കെ, ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്, ആ മെഷറിംഗ് ജാറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ ആയിരിക്കും. നൗ ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. ദാ ഇവിടെ നോക്കിയാൽ അറിയാം 50 മില്ലി ലിറ്റർ ആണ് സ്റ്റോൺ ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള മെഷർമെൻറ്റ്. ഓക്കെ, ഇനി സ്റ്റോൺ ഡിപ്പ് ചെയ്ത ശേഷം അത് എങ്ങോട്ടേക്ക് ഉയരും? 75 മില്ലി ലിറ്ററിലേക്ക് നമുക്ക് ഉയരുന്നതായിട്ട് കാണാം. വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ 75 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ സ്റ്റോണിൻ്റെ വോളിയം എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്റ്റോണിൻ്റെ വോളിയം. 75 മൈനസ് 50, അതായത് 25 മില്ലി ലിറ്റർ ആയിരിക്കും എന്ത്? സ്റ്റോണിൻ്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ എന്തോരം ഉയർച്ച ഉണ്ടാകും, ആ ഉയർച്ച അല്ലെങ്കിൽ ആ ഉയർന്ന വെള്ളത്തിൻ്റെ വോളിയമാണ് നമ്മൾ ഡിപ്പ് ചെയ്ത വസ്തുവിൻ്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമയത്തെ മെഷർ ചെയ്യാനാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? സോ നമ്മൾ മെഷർമെൻറ്റ്സിനെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചും ഓരോ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, സോ ഇവിടെ ഓസിലേഷൻസിൻ്റെ ടൈം മെഷർ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ ലാബിൽ ചെയ്യുന്നതായിരിക്കും. സോ സ്കൂളിൽ നിങ്ങളുടെ ലാബിൽ നിങ്ങളെ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കും. 8th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ കാണിക്കും. സോ അന്നേരം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ടൈം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്റ്റോപ്പ് വാച്ച്. അതേപോലെ ഒരു ഓസിലേഷൻ എന്താണെന്നും കൂടി പറഞ്ഞുതരാം. സോ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ ഒരു ത്രെഡിൽ നമ്മളൊരു ബോൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഈ ബോളിൻ്റെ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് നമ്മൾ ഈ ബോളിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നിന്നും ഈ വശത്തേക്ക് പോയി തിരിച്ച് അതിൻ്റെ ഈ പൊസിഷനിൽ എത്താൻ എടുക്കുന്ന സമയമാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 10 ഓസിലേഷൻസിന് എത്ര സമയം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ഈ ബോളിനെ ആദ്യം റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കണം. അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്യുക. ഇവിടെ നിന്നും ഇവിടെ പോയി തിരിച്ചിവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷനാവും. അതേപോലെ രണ്ടാമത്തെ ഓസിലേഷൻ്റെ കൗണ്ട് ചെയ്യുക. അങ്ങനെ 10 ഓസിലേഷൻസ് തീരുമ്പോഴേക്കും നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യണം.
അപ്പോൾ എത്ര ടൈമാണോ സ്റ്റോപ്പ് വാച്ചിൽ കാണിക്കുന്നത് അതാണ് ടൈം റിക്വയർഡ് ഫോർ 10 ഓസിലേഷൻസ്. ഓക്കെ, സ്റ്റോപ്പ് വാച്ച് ടൈം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത്രയും മനസ്സിലാക്കുക. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? യൂണിറ്റ്സിനെ കുറിച്ചും മെഷർമെൻറ്റ്സിനെ കുറിച്ചും, അതേപോലെ SI യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, ലീസ്റ്റ് കൗണ്ട് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.